KPCC നേതൃമാറ്റത്തിൽ കേരള നേതാക്കൾ പലതട്ടിൽ. നേതൃമാറ്റമടക്കം സമ്പൂർണ്ണ പുനഃസംഘടന വേണം എന്നാണ് ഒരു വിഭാഗത്തിന്റെ ആവശ്യം. കെ സുധാകരന്റെ പരിമിതികളാണ് ഒരു വിഭാഗം AICC ജനറൽ സെക്രട്ടറിക്ക് മുന്നിൽ ചർച്ചയാക്കുന്നത്. തീരുമാനം എടുക്കേണ്ടത് ഹൈക്കമാൻഡെന്ന് VD സതീശൻ നിലപാടെടുത്തു. സലീം മാലിക് വിശദാംശങ്ങളുമായി ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നുണ്ട്. സലീം, എപ്പോൾ ഒരു പുനഃസംഘടന പ്രതീക്ഷിക്കാം? ഇക്കാര്യത്തിൽ എന്താണ് AICCയുടെ നിലപാട്? സലീം, ഉന്മേഷ്, സംസ്ഥാനത്ത് മാത്രമായി ഒതുങ്ങി നിന്നിരുന്ന KPCC പുനഃസംഘടന ആവശ്യം അത് ഹൈക്കമാൻഡ് തന്നെ ഏറ്റെടുത്തിരിക്കുന്നു. ഹൈക്കമാൻഡ് ആ വിഷയത്തിൽ നേതാക്കളെ ഓരോരുത്തരെയും നേരിൽ കണ്ട അഭിപ്രായം തേടുകയാണ്. അതായത് സംസ്ഥാനത്തൊരു പുനഃസംഘടന KPCCയിൽ ഉടൻ ഉണ്ടാകുമെന്നുള്ള സൂചനകളാണ് ഹൈക്കമാൻഡ് നൽകുന്നത്. പുനഃസംഘടന വേണോ? പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഈ നേതൃത്വവുമായി മുന്നോട്ട് പോയാൽ ഗുണമുണ്ടാകുമോ എന്നാണ് ഓരോ നേതാക്കളെയും കണ്ട് AICC ജനറൽ സെക്രട്ടറിയായ ദീപാദാസ് മുൻഷി അഭിപ്രായം തേടിയത്. ആ വിഷയത്തിൽ നേതാക്കൾ പല തട്ടിലാണുള്ളത്. പല അഭിപ്രായങ്ങളാണ് നേതാക്കൾ പറഞ്ഞത്. നേതൃമാറ്റം അടക്കം സമ്പൂർണ്ണ പുനഃസംഘടന, അതായത് KPCC അധ്യക്ഷനെ കൂടി മാറ്റിയ സമ്പൂർണ്ണ പുനഃസംഘടന വേണമെന്ന ഒരു വലിയ വിഭാഗം നേതാക്കൾ നിലപാടെടുത്തു. പകരം ഹൈക്കമാൻഡ് പേര് നിർദ്ദേശിക്കില്ല, കേരള നേതാക്കൾ തന്നെ അധ്യക്ഷൻ മാറിയാൽ മറ്റൊരു പേര് നിർദ്ദേശിക്കണമെന്നായിരുന്നു ദീപാദാസ് മുൻഷി നേതാക്കളോടൊക്കെ പറഞ്ഞത്. പക്ഷേ അത് നേതാക്കൾ അംഗീകരിച്ചില്ല. അതിന് ഹൈക്കമാൻഡ് തന്നെ തീരുമാനമെടുക്കാം എന്നുള്ളതായിരുന്നു പല നേതാക്കളും പറഞ്ഞത്. അതേസമയം മറ്റൊരു വിഭാഗം കെ സുധാകരൻ തുടർന്നുകൊണ്ട് KPCCയിൽ അഴിച്ചുപണി വേണമെന്ന് ഒരു വിഭാഗം അഭിപ്രായപ്പെടുകയും ചെയ്തു. ഈ കെ സുധാകരൻ തുടർന്നു പോകണം എന്ന് പറയുന്നവർ അദ്ദേഹം ഈ പഞ്ചായത്ത് ഈ ഉപതെരഞ്ഞെടുപ്പുകളിൽ ഉൾപ്പെടെ ഉണ്ടായ നേട്ടം അത് പ്രതിപക്ഷ നേതാവിന്റേത് മാത്രമല്ല KPCC അധ്യക്ഷന്റേത് കൂടിയാണെന്ന് ചൂണ്ടിക്കാണിക്കുന്നു. അതേസമയം കെ സുധാകരനെ മാറ്റണമെന്ന് പറയുന്ന ഒരു വലിയ വിഭാഗം നേതാക്കൾ അവർ കെ സുധാകരന്റെ പരിമിതികളാണ് ദീപാദാസ് മുൻഷിക്ക് മുൻപിൽ ചർച്ചയാക്കിയത്. വലിയ പ്രശ്നങ്ങളുണ്ട്, സംഘടനയെ നല്ല നിലയിൽ നയിച്ചുകൊണ്ടുപോകാൻ കഴിയുന്നില്ല എന്നതുൾപ്പെടെയുള്ള ആവശ്യങ്ങൾ പറയുകയും ചെയ്തു. പ്രതിപക്ഷ നേതാവ് VD സതീശനാണ് അതിലൊരു വ്യത്യസ്ത നിലപാട് സ്വീകരിച്ചത്. തനിക്ക് അഭിപ്രായമില്ല, അതിലെ അഭിപ്രായം തീരുമാനിക്കേണ്ടത് ഹൈക്കമാൻഡാണ്. ഹൈക്കമാൻഡ് എന്ത് നിലപാടെടുത്താലും അംഗീകരിക്കും എന്നുള്ളതായിരുന്നു പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ നിലപാട്. എന്തായാലും സമവായമില്ലാതെ കേരളത്തിൽ മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന കടുത്ത താക്കീത് ഹൈക്കമാൻഡ് അറിയിച്ചിട്ടുണ്ട്. സമവായം വേണം, അത് വളരെ വേഗത്തിൽ വേണം എന്നുകൂടിയാണ് ഹൈക്കമാൻഡിന്റെ മുന്നറിയിപ്പ്.